Hey guys, welcome back to Jobless Club. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ആറാട്ടണ്ണനാണ്. വെൽക്കം ടു ദ ഷോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോസ്റ്റിംഗ് ഷോ ആണ്. ഷോയിലെ ഗസ്റ്റിന് 1,00,000 രൂപ നമ്മൾ കയ്യിൽ കൊടുക്കും. 5 മിനിറ്റ് നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കും. പ്രൊവോക്ക് ആവാതിരുന്നാൽ 1,00,000 രൂപ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം. മറിച്ച് അവർ ഓരോ വട്ടം പ്രൊവോക്ക് ആവുമ്പോഴും അവരുടെ തലയിലെ മെഷീൻ അത് കണ്ടുപിടിക്കുകയും 1,00,000 ഒരു തുക കട്ടായി അതൊരു പണിയായി ഹോസ്റ്റിന്റെ തലയിൽ വീഴുകയും ചെയ്യും. കുറെ ക്രഷുകൾ ഉണ്ടായിരുന്നല്ലോ. നിത്യ മേനോൻ, നസ്രിയ. അപ്പോൾ ഇതിലൊക്കെ ആരോടായിരുന്നു കൂടുതൽ ക്രഷ് ഉണ്ടായിരുന്നത്? നിത്യ മേനോനോട്. കുറെ കാലം ഉണ്ടായിരുന്നു. 6 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ നിത്യമേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ എന്നെ 30 നമ്പറിൽ നിന്ന് വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ടോ. എന്റെ ഭാഗത്തിനാണ് കുറച്ച് കൂടിപ്പോയി. ഇതൊരു ഒബ്സെഷനായി മാറിയത്. അത് എന്റെ ഭാഗത്ത് കൊടുത്തു. അവരുടെ ഫാദർ നല്ല മനസ്സിലായ കൊണ്ടാണ് കേസ് ഉണ്ടാവാതെ. എന്നാലും എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഈ സിനിമ നടിമാരെ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ ഇപ്പൊ അല്ലെങ്കിൽ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുടെ ഡ്രീമാണ്. അവരുടെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റ് അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അണ്ണനാണെങ്കിൽ ഞാൻ നമ്പർ വെച്ച് മിസ്യൂസ് ചെയ്യും. ഞാൻ ഇവിടെ മിസ്യൂസ് ചെയ്തു. ആവശ്യമില്ല. നിത്യമിന്റെ കേസിൽ കുറച്ച് വന്നിട്ടുണ്ട്. അനാർക്കലിന്റെ കേസിൽ തന്നെ അനാർക്കലി ഡീൽ ചെയ്ത പോലെ ഡീൽ ചെയ്യാൻ. പക്ഷേ അണ്ണ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണ വർക്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് കട്ട് ചെയ്താണ്. ഒരിക്കൽ ഫോൺ എടുത്തിട്ടില്ല. അനാർക്കലി ഫോൺ എടുക്കും. അല്ല അണ്ണ വിളിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പക്ഷെ കട്ട് ചെയ്താൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരിക്കലും എന്താണ് സംഭവിച്ചിട്ടുണ്ട്. 1-2 സംഭവിച്ചു. മണ്ടനായി അഭിനയിക്കുന്നത് അണ്ണന്റെ റിസർച്ചിന്റെ ഭാഗമാണോ? ഞാൻ ഇലക്ട്രിക്കൽ കാര്യം പറയാൻ താല്പര്യം. ഫിലോസഫി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അത് എപ്പോഴും പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സിനിമ പറയുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരാള് ഓരോന്ന് കാണിക്കുമ്പോ എന്താ കാണിച്ചത്? മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്നതല്ല. മീഡിയ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല. ഓൺലൈൻ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഞാൻ ചെയ്യാൻ എന്റെ കയ്യിലുള്ള കാര്യമല്ല. അല്ല അന്ന് രാത്രി ഹണി റോസിന്റെ ഡാഷ് നല്ല ഡാഷ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഇങ്ങനത്തെ കണ്ടന്റ്സ് ആണ്. അഡൽട്ട് കണ്ടന്റ്സ് ആണ്. കാരണം ആൾക്കാർക്ക് ലൈംഗിക താല്പര്യം ഭയങ്കരമാണ്. നിങ്ങളെ ന്യൂ ജെൻസി പിള്ളേർക്ക് അങ്ങനെയല്ല. ജെൻസി പിള്ളേർക്ക് ലൈംഗിക താല്പര്യം ഇല്ല. കാരണം ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ട്. പഴയ ജനറേഷൻ ആ പ്രശ്നമുണ്ട്. ആണ് ഇപ്പൊ പ്രശ്നം. റീസെന്റ് ഞാൻ ഒരു കമന്റ് കണ്ടതാണ് എന്റെ വീഡിയോക്ക് താഴെ. ഇപ്പൊ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ലൈംഗിക തൂക്കി നോക്കിയാൽ അണ്ണനെ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ ആളുകൾ. എനിക്ക് അതൊക്കെ പഠിത്തേണ്ട ആവശ്യം വന്നു. ഫിനാൻഷ്യൽ ആവശ്യം വന്നപ്പോഴാണ് ഞാൻ എനിക്ക് ഒരാളെ ക്രഷ് വന്നു ക്രഷ് വന്നിട്ട് ഞാൻ പറഞ്ഞു ക്രഷ് കൊണ്ട് മോശമായ കാര്യമാണ്. ക്രഷ് ഒന്നും മോശമല്ല. ഹണി റോസിന്റെ ഡാഷ് നല്ല ഡാഷ് അത് ദേശീയമായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. എല്ലാവരും പറയുന്ന കാര്യമാണ്. ഞാൻ മാത്രം പറഞ്ഞ കാര്യമാണ്. കേരളത്തിലെ മിക്ക ആളുകളും പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യുന്നത്? തലയിലൊഴിക്കുന്നു. അപ്പൊ ചേട്ടാ നമ്മുടെ 1,00,000 25,000 രൂപ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ പ്രഷറായി. അപ്പൊ നമ്മുടെ മീറ്റർ റീഡായി. കത്തിച്ചല്ലേ ഈ പ്രഷർ എപ്പോ വന്നു? ഉടായ്പ പരിപാടിയാണ്. ഒരു പ്രഷർ വന്നിട്ടില്ല. ട്രാക്കുള്ള സൂര്യൻ അസ്തമിച്ച വാമ്പിയറാവുന്നവരെ അണ്ണ സൂര്യൻ അസ്തമിച്ച ഒരു കാണപ്പെട്ടവരുണ്ടോ? ഞാൻ തുറന്നു പറയുന്നു. വേറെ വളരെ തുറന്നു പറയുന്നു. അതൊക്കെ മോശം. ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞാണ്. സിറ്റുവേഷൻ എന്താണ്? ഏതവസ്ഥയില്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അല്ല ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞു? എക്സാമ്പിൾ പറയും. ചേട്ടൻ ഇപ്പൊ ഒന്നുമില്ലല്ലോ. ചേട്ടൻ ലാലേട്ടൻ മണ്ടനാന്നൊക്കെ പറയുന്നുണ്ടോ? ആയിട്ട് കുറെ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ചെയ്താനാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറഞ്ഞാൽ. ഞാൻ മണ്ടത്തരം പറഞ്ഞിട്ടില്ല. ലാലിനെ മണ്ടനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ കാര്യങ്ങളാണ്. പുള്ളിയുടെ വേറെ പേഴ്സണൽ ലൈഫിൽ വേറെ കാര്യങ്ങളാണ്. ശരി, അയാൾക്ക് പണം ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അയാൾക്ക് എന്റെ അത്ര ബുദ്ധിയില്ല. ഇപ്പൊ ആന്റി ബെൻപവർ എന്ന ആളാണ് പുള്ളിയെ കൺട്രോൾ ചെയ്യുന്നത്. ആന്റി ബെൻപവർ എന്ന ആളാണ് മോഹൻലാലിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ചില ആൾക്കാർ ടൂ മച്ച് വിശ്വസിക്കും. ഒരുപാട് അബദ്ധങ്ങൾ മോഹൻലാലിന് പറ്റുന്നുണ്ട്. ഒരുപാട് കോൺട്രവേഴ്സീസ് വരുന്നുണ്ടാവുന്നു. മമ്മൂട്ടിക്ക് വരുന്നില്ല. ചെയ്താനാണ് മണ്ടത്തരെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വേറെ കാര്യമാണ്. അത് ഒരിക്കൽ പറഞ്ഞ കാര്യമല്ല. പുള്ളിയുടെ കരിയർ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കരിയർ എങ്ങനെ പോകും? മാക്സിമം മുതൽ പുള്ളിയുടെ ഇപ്പോൾ കഴിഞ്ഞ 20 വർഷത്തെ 3-4 മൂവീസേ ഉള്ളൂ. പറഞ്ഞാൽ ഇത് നിങ്ങളുടെ പരിപാടി കേട്ടോ. ഇത് നിങ്ങളുടെ പരിപാടിയാണ്. എനിക്കും ടെൻഷൻ വന്നിട്ടില്ല. ഇത് ശരിക്കും പരിപാടിയല്ല. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയും 1,00,000 ചെയ്യണം. അതാണ് കാര്യം. അല്ലാതെ ഇത് നിങ്ങളുടെ പരിപാടിയാണ്. ഉടായ്പ പരിപാടിയാണ്. അപ്പൊ ഇതോടുകൂടി 35,000 രൂപ പോയിരിക്കുകയാണ്. ഒന്നും പോയിട്ടില്ല. ഉടായ്പ പരിപാടിയാണ്. ഒന്നും പോയിട്ടില്ല. ഇവന്റെ അവസ്ഥ ഓർത്ത് പോയെന്ന് പറയാം. ഒരു മത്സ്യത്വപരമായ രീതിയിൽ പറയാം. ശരിക്കും ഇപ്പോഴും 1,00,000 നിൽക്കുകയാണ്. പിന്നെ നിന്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ കുറയും. സ്ഥിരമുള്ള പരിപാടിയാണോ? നീ എൻ്റെ സ്ഥാനത്ത് വല്ല മൈത്രേനാണെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നീ ഇവിടെ തന്നെ ഇരിക്കും. ഒരു 1-2 ദിവസം ഇരിക്കേണ്ടി വരും. ഞാൻ പിന്നെ കുറച്ച് മത്സരത്വം കാണിക്കുകയാണ്. ഒരു ദിവസം മൈത്രേനെ കൊണ്ടുപോകാം. നിന്റെ അവസ്ഥ ഭയങ്കര കുളിക്കാൻ മാത്രം സമയം കിട്ടും.
ചേട്ടൻ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന് പറഞ്ഞുകൊണ്ടായിട്ടില്ല, എനിക്ക് 1 ലക്ഷം രൂപ വേണം. വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. 60,000 രൂപ 60,000 ഒന്നുമല്ല, 1 ലക്ഷമാണെങ്കിൽ വേണ്ട. അല്ല 60,000 രൂപ ചേട്ടന് പല 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 കുസൃതികളാണ് പോയിട്ടുണ്ട്. പക്ഷേ 40,000 രൂപ ചേട്ടന് കിട്ടും. 40 ഒന്നുമല്ല, എനിക്ക് 1 ലക്ഷം തന്നെ വേണം. 40. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു മനുഷ്യത്വപരമായ രീതിയിൽ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയാം. ചേട്ടൻ ഞാൻ ചോദിക്കട്ടെ, ചേട്ടനൊരു 40,000 രൂപ തരാനുള്ള, അപ്പൊ ചേട്ടന് നോ അറിയാൻ പറ്റാത്തതുകൊണ്ട് 40,000 ഇരിക്കുന്നുള്ളൂ. നീ എടുത്തോ, അല്ല ഇപ്പൊ തന്നില്ല, തന്നില്ല. അല്ലെങ്കിൽ നീ 1 ലക്ഷം തന്നില്ല എനിക്ക്. നീ അല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം തന്നില്ല. അപ്പൊ അണ്ണൻ ശരിക്കും ഭയങ്കര പാവമാണ്. അപ്പൊ അണ്ണനെ പ്രൊവോക്ക് ചെയ്യാൻ നമുക്ക് ഒരു വലിയ എനിക്ക് തോന്നുന്നില്ല. തോന്നിയില്ല, എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞു. തോന്നാത്തല്ല, പറ്റിയില്ല. പക്ഷെ എന്തൊക്കെ വന്നാലും രൂപ നിർത്തിയില്ല. അണ്ണൻ നേരത്തെ പറഞ്ഞില്ല അണ്ണൻ നോ അറിയാൻ പറ്റാത്തതുകൊണ്ട് 40,000 എനിക്ക് തരാം. അത് നമ്മൾ കൈകൊടുത്ത് സമ്മതിച്ചല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ളവര് ഭയങ്കര ഒരു ടെറർ. നിങ്ങളുടെ മേലിൽ ചോദിക്കായിരുന്നു, ഇവന്റെ മേലിൽ മാത്രം ഉണ്ടായിരുന്നു, നിങ്ങളുടെ മേലിൽ ഇടാത്ത. അത് പനിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര ഒരു ടെറർ മനുഷ്യനായിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലെയല്ല, നമ്മൾ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഭയങ്കര പാവമാണ്. ഈ ടെറർ പലരും പറയാറുണ്ട്, അങ്ങനെ തോന്നിയില്ല. വീഡിയോസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്, വീഡിയോ നല്ല മനുഷ്യനായിട്ടും തോന്നിയിട്ടുണ്ട്. പലരും പറയാറുണ്ട് അടുത്ത ഇടപെടുമ്പോൾ മാറും. അത് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയല്ല. ഓക്കെ ഓക്കെ, അസുഖിപ്പിക്കാൻ പറഞ്ഞതല്ല, അവനെ രക്ഷിക്കാവുന്നല്ല. അല്ല അണ്ണൻ സൂപ്പർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് താങ്ക് യു, ഇവിടെ വന്ന് ഇത്ര നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. വേണ്ട